ബഹുമാനപ്പെട്ട ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ രാജീവ് മാസ്റ്റർ, മദർ പി ടി എ പ്രസിഡന്റ് ഷൈനി, പി ടി എയുടെ വൈസ് പ്രസിഡന്റ് അലി, ഹിന്ദു ടീച്ചർ, മറ്റ് ആദരണീയരായ അധ്യാപകരെ, കുഞ്ഞുമക്കളെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ കുഞ്ഞുമക്കളോട് സംസാരിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കേണ്ട ഭാഷ ഒരു വലിയ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം അറിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് എനിക്കറിയാം. മലയാളം അറിയുന്നവർ ഇതിനകത്ത് ധാരാളം ഉണ്ടോ? മലയാളം അറിയുന്ന കുട്ടികളൊന്ന് കൈവക്കാമോ? എല്ലാവർക്കും മലയാളം അറിയാം, കൈതത്തിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ തുടക്കം തന്നെ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവേണ്ട നിങ്ങളും കൂടി പറയണം, ഇത് പ്രസംഗമല്ല. ആത്മവിശ്വാസം ഉണ്ടാവേണ്ട പറയുന്നില്ല, ശ്രദ്ധിക്കണം നിങ്ങൾ. അതിനാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ആത്മവിശ്വാസം ഉണ്ടാവേണ്ട ദിവസമാണ് അല്ലേ? ആത്മവിശ്വാസം ഉണ്ടാവേണ്ട ദിവസമാണ്. എന്തിനുള്ള ആത്മവിശ്വാസമാണ് ഇന്നുണ്ടാവേണ്ടത്? നിങ്ങളെല്ലാം ഇന്നിവിടെ നിങ്ങളുടെ സർഗാത്മിക കഴിവ്, സർഗാത്മികം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ജന്മനായുള്ള കഴിവുകളെ പ്രകടിപ്പിക്കാൻ, അതിനെ വികസിപ്പിക്കാൻ, അതിനാണ് ഈ പ്രൈമറി തലം മുതൽ തന്നെ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളുടെ സർഗാത്മിക, നിങ്ങളുടെ ജന്മനായുള്ള കഴിവുകളെ വികസിപ്പിക്കുന്നതിന് വേണ്ടി, വലുതാക്കുന്നതിന് വേണ്ടി ഡാൻസും പാട്ടും അല്ലേ? അതിനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? എന്നാ പിന്നെന്താ മിണ്ടാത്ത? നിങ്ങൾക്കൊരു ഉണർവില്ല, ഒരു ഊർജം വേണ്ടേ? നാളുകളിൽ നിങ്ങൾ ഇന്ന് വെള്ളിത്തിരകളിൽ കാണുന്ന, സിനിമാ ലോകത്തൊക്കെ കാണുന്ന വലിയ വലിയ നടീ നടന്മാരൊക്കെ ആയിട്ട് വളർന്നു വരേണ്ട കുട്ടികളാണ് നിങ്ങൾ, അല്ലേ? അല്ലേ? അപ്പോ എല്ലാവരും അങ്ങനെ അല്ലല്ലോ. പക്ഷെ നല്ല നല്ല അഭിനയ കഥാപാത്രങ്ങളൊക്കെയായി നാളുകളിൽ വെള്ളിത്തിരകളെ കീഴടക്കേണ്ട ആളുകളാണ് നിങ്ങൾ. സ്വർണലിപികളാൽ നിങ്ങളുടെ നാമങ്ങൾ നാളുകളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ടതാണ്. അപ്പോൾ അത്രയും ശക്തമായി മാറേണ്ടതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ കലോത്സവ വേദി. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഇന്ന് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത്. ശരിയാണോ? നിങ്ങൾക്കൊരു ഊർജം കിട്ടുന്നില്ല. നിങ്ങൾ പരസ്പരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങൾക്കൊരു ഊർജം ഇല്ലാത്തത്. വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങൾ വളരെ ശക്തരായിരിക്കണം. രാവിലെ കഞ്ഞിയെല്ലാം കുടിച്ചിട്ടല്ലേ വന്നത്? ഉറപ്പാണ്? റൈറ്റ്. കഞ്ഞി കുടിച്ചിട്ടൊക്കെയാണ് വന്നത്. നിങ്ങളുടെ ബലമൊന്ന് പരീക്ഷണം നടത്താൻ, നിങ്ങളുടെ ശബ്ദത്തിന്റെ പരീക്ഷണം നടത്താൻ ഞാനൊക്കെ ചെറുപ്പത്തിലെ എൻ്റെ ഒരു സ്വഭാവ രീതി ഞാൻ എവിടെ ചെന്നാലും പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഞാനൊരു മുദ്രാവാക്യം വിളിച്ചു തരാൻ പോവാ. നിങ്ങളത് ഏറ്റു വിളിക്കുവോ? എന്നാന്ന് വിളിച്ചോ. സിന്ദാബാദ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ, വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ ആ തലീതി കളി സൂക്ഷിച്ചോ. സിന്ദാബാദ് സിന്ദാബാദ്. വെട്ടും ഞങ്ങൾ, വെട്ടും ഞങ്ങൾ, വാഴക്കുലകൾ വെട്ടും ഞങ്ങൾ, വെട്ടിയ കുലകൾ വഴുപ്പിക്കും.
പഴുത്ത പഴവും പുട്ടും കൂട്ടി വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ വിളമ്പിയിടും, കൂട്ടുകാർക്ക് ഞങ്ങൾ വിളമ്പിയിടും. ഓക്കെ, ഊർജമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഊർജമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഊർജം ഇവിടെ ഇനി നടക്കാൻ പോകുന്ന ഈ പരിപാടികളിലൂടെ കണ്ടിട്ടേ ഞാൻ പോവുകയുള്ളൂ. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നമ്മുടെ ഹെഡ് മാസ്റ്റർ നടത്തും. അതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.